ഞാൻ എവിടെയായിരിക്കുന്നത് അറിയോ? മിനി ബസ്സിലായിരിക്കുന്നത്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? നമ്മുടെ അൽദാർ ബീച്ചിലേക്കാണ് പോകുന്നത്. മിനി ബസ്സിൽ കയറി അവിടെ നിന്ന് ബോട്ടിൽ കയറിയിട്ട് വേണം ബീച്ചിലേക്ക് കയറാൻ. അപ്പോൾ ബോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ഫീലാട്ടോ. വെറുതെ പോകാൻ പറ്റത്തില്ല കേട്ടോ. ഒരാൾക്ക് എൻട്രി ഫീസ് വന്നിട്ട് 8 BD ആണ്. 8 BD കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ഷെഡ് എടുക്കണമെങ്കിൽ തന്നെ അതിന് ഒരു ഷെഡിന് എത്ര പേരാണ് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കൂടെ കൂട്ടിയിട്ട് ഒരു ഷെഡ് എടുക്കാൻ 10 BD ആണ്. എന്തായാലും ഞങ്ങൾ കുളിച്ചു. ഇനി നനഞ്ഞ് കയറാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എൻജോയ് ചെയ്യുക ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അവരുടെ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ എൻ്റെ വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അവിടുന്ന് നമുക്ക് നമ്മുടെ കേരളം വിട്ട് നമ്മളെവിടെ പോയാലും പുതിയ വ്യൂ അല്ലേ, നമ്മൾ അടിച്ച് പൊളിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിൽ കനാലിലും എന്താ പറഞ്ഞാൽ കനാലിലും ബീച്ചിലും പുഴയിലും തോട്ടിലും ഒക്കെ നമ്മൾ നീന്തുന്നതല്ലേ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ബീച്ച് ഇത്രയും മനോഹരമായ ഈ ബീച്ച് കണ്ട ആരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുമോ? ഞാൻ ചാടി. നമ്മുടെ നാട്ടിലത്തെ സ്വഭാവമില്ലേ, പുഴ കണ്ട അപ്പം ചാടൽ, അങ്ങനെ ചാടി. പിന്നെ അവിടെ എത്തിയപ്പം ഭയങ്കര റീൽസ് എടുക്കലായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പം മോശമാക്കണ്ട, ഞാനും അങ്ങ് എടുത്തു. നമ്മുടെ ആടാടെന്ന് പറഞ്ഞിട്ട് പാട്ടിന് ഞാനും അങ്ങ് കളിച്ചു. ഇവരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അറിയാണ്ടും എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്നാ ഇത് ഒരു സ്റ്റോറി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അത്രയും നേരം വെള്ളത്തിൽ നനഞ്ഞും ചാടി മടുത്തുപോയി. അത് കാരണം 2 മിനിറ്റ് അവിടെ ഞാൻ വിശ്രമിച്ച് നിന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിനേക്കാൾ നോക്കിയപ്പോൾ അപ്പുറത്തെ വേഷം ഇതിനേക്കാൾ നല്ല വ്യൂ, അടിപൊളി. എന്ത് വ്യൂ എന്നറിയോ? സംഭവം സത്യമായിട്ട് ബഹ്റിനിൽ ഇങ്ങനെ അൽദാർ ബീച്ചിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം മാക്സിമം ആൾക്കാർ 100-ൽ 50% ആൾക്കാരെ പോയിട്ടുണ്ടാവത്തുള്ളൂ. ബാക്കി 50% ആൾക്കാർ പോയിട്ടുണ്ടാവത്തില്ല ഇവിടെ. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ നേരത്തെ ബഹ്റിനിൽ വന്നെങ്കിലും ഈ ഒരു ബീച്ചിൽ ഞാൻ പോകണമെന്ന് കുറേ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അത് ഞാൻ എന്തായാലും മുതലെടുത്തു കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി. വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഈ അൽദാർ ബീച്ച് എന്ന് പറയുമ്പം ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്. നമ്മൾ ഈ 8 BD നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് ശരിക്കും മുതലാക്കാൻ പറ്റും. എനിക്കതിന് വൈകുന്നേരം ഒരു 11 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്ന സമയം എടുത്തു കേട്ടോ. അപ്പം നമ്മൾ 8 BD കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 BDക്ക് നമുക്ക് അവിടുന്ന് ഫുഡുണ്ട്. അപ്പോൾ 2 BD എന്ന് വെച്ചാൽ എല്ലാവരും നോക്കുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ആയിട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ കഴിച്ചതേ തിരിച്ച് ബോട്ടിൽ നിന്ന് പോകാൻ നോക്കാം. ടാറ്റാ.